നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. കൊമേഴ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ തേർഡ് മൊഡ്യൂളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, തേർഡ് മൊഡ്യൂളിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് എന്ത് ചെയ്യാം നോക്കാം. The Indian financial system refers to the network of institutions, markets, instruments and services that facilitate the flow of funds within the economy. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസും മാർക്കറ്റ്സും സർവീസസ് ഒരു രാജ്യത്തിനകത്ത് ഒരു എക്കോണമിയിൽ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ബാങ്ക് ഉണ്ട്, അതിനുള്ള മണി ലെൻഡേഴ്സ് ഉണ്ട്, ഇടനിലക്കാരുണ്ട്, അല്ലേ, ഗോൾഡ് ലോണുകളുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ മാർക്കറ്റും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസും ഫിനാൻഷ്യൽ സർവീസസും ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ഹോൾ സിസ്റ്റമാണ് ഇത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം റെഫേഴ്സ് ടു ദ നെറ്റ്വർക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചോദിക്കാം, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാം, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരാം, ഫിനാൻഷ്യൽ സർവീസസ് വരാം, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വരാം. ഓക്കെ, വിച്ച് ഫെസിലിറ്റേറ്റ് ദ ഫ്ലോ ഓഫ് fund within the economy, which facilitate the flow of funds within the economy, and it also plays a key role in mobilizing savings and allocating savings and allocating the capital. അതായത് ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, സേവിങ്സ് മൊബിലൈസ് ചെയ്യാനും ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ചേരുന്നതാണ് അല്ലേ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസസ്. ഈ നാല് ഫാക്ടേഴ്സ് അല്ലെ ഈ നാല് കമ്പോണൻസ് ചേരുന്നതാണ് എന്ത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കമ്പോണൻ്റ് ആണ് ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാം, ബാങ്ക്സ് അല്ലേ, ബാങ്ക്സ് ഉണ്ട്. അതിനകത്ത് തന്നെ എല്ലാ ബാങ്ക്സിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണെന്നും ഒക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിനകത്ത് ഒന്നാമത്തെ കമ്പോണൻ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. These are intermediaries that facilitate financial transactions. ഇല്ലേ, നമുക്ക് തന്നെ ഒരു നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടണമെങ്കിലോ വിഡ്രോ ചെയ്യണമെങ്കിലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? അല്ലെങ്കിൽ നമ്മളെ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആരാണ്? ബാങ്ക്സ് ആണ്. അപ്പം these are intermediaries that facilitate financial transactions. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് വരുന്നവരാണ് ആരൊക്കെ? ഒരുപാട് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ഏത്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് റെഗുലേറ്റ്സ് മണി സപ്ലൈ, ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ, ബാങ്കിങ് സെക്ടറിനെയും മണി സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറി ആണ് ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഒരുപാട് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യാൻ ഒരുപാട് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു റെഗുലേറ്ററി ബോഡിയാണ് നമ്മുടെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു? മണി സപ്ലൈ ആയാലും ഇൻട്രസ്റ്റ് റേറ്റ് ആയാലും ബാങ്കിങ് സെക്ടറിനെ എല്ലാം ടോട്ടലി റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീപ്പായിട്ട് എടുത്ത് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇത്രയും മാത്രം ജസ്റ്റ് നോക്കിപ്പോ. അടുത്തയാണ് എന്ത്? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. Okay, Securities and Exchange Board of India
ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സ്റ്റോക്ക് മാർക്കറ്റിനെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ഇൻട്രസ്റ്റ് താല്പര്യങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലെ, അവരുടെ സേഫ്റ്റി ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പുവരുത്തുന്നത് ആരാണ്? സെബിയാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചും സെബി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതൊരു നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. അടുത്തയാണ് IRDAI അല്ലേ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ആര്? IRDAI. ഓക്കെ, ഇന്ത്യയിലെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ പല തരത്തിലുള്ളതുണ്ട് അല്ലേ. അപ്പോൾ അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള റെഗുലേറ്ററി ബോഡീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഒന്നാമത്തെ റെഗുലേറ്ററി ബോഡി ആയിരുന്നു RBI ഇല്ലേ. ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിനെയും ഇൻട്രസ്റ്റ് റേറ്റും മണി സപ്ലൈ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ് അല്ലെ, കൺട്രോൾ ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെബി ആണ് അല്ലേ. സെബി സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെബി ആണ്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇനി ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? IRDAI ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്താണ് PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. പെൻഷൻ ഫണ്ട്സിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡിയാണ് ഇത്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഒപ്പം ക്ലിയർ ആണല്ലോ. ഇനി ഇന്റർമീഡിയറീസ് ഉണ്ട്. ഇതിനകത്തുള്ള ഇന്റർമീഡിയറീസ് ഒക്കെ അപ്പോൾ ആരായിരിക്കും? ബാങ്കുകൾ തന്നെ പലതരത്തിൽ. കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട് അല്ലേ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, നബാർഡ്, സിഡ്ബി തുടങ്ങിയ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിരിക്കും ഈ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. ഇവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനാണ് ആരുള്ളത്? ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ മാർക്കറ്റ്സും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഫിനാൻഷ്യൽ സർവീസസും കൂടി ചേരുന്നതാണ് എന്ത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അതിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിലേക്ക് നമ്മൾ വരുമ്പം ഒന്നാമത്തെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ഏതാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഇന്റർമീഡിയറീസ് ഉണ്ട് അല്ലേ, അവരെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരാണ് ആര്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആവാം, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആവാം, ഇൻഷുറൻസ് കമ്പനീസ് ആവാം, മ്യൂച്വൽ ഫണ്ട്സ് ആവാം, നബാർഡ് തുടങ്ങിയ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ആ റെഗുലേറ്ററി ബോഡീസ് ആണ്, 4 റെഗുലേറ്ററി ബോഡീസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. RBI, സെബി, IRDAI, PFRDA. RBI എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതും ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നതും ബാങ്കിങ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? RBI ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണെന്ന് പറഞ്ഞു? സെബി ആണെന്ന് പറഞ്ഞു, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് IRDAI, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഇത് IRDAI. അടുത്തതാണ് PFRDA അല്ലേ, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇന്ത്യയിലെ പെൻഷൻ ഫണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് ഇത് PFRDA. ക്ലിയർ ആണ് ഈ ഏരിയ? അപ്പം നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ കമ്പോണന്റ് ക്ലിയർ ആണല്ലോ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രണ്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഉള്ള സ്ഥലമാണ് ഏത്? The buying and selling of goods takes place in a market. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് മാർക്കറ്റ്. ഇവിടെ വെറും മാർക്കറ്റ് ആണോ? അല്ല, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് അല്ലേ. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ്. ട്രേഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ഈ കമ്പോണൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഫിനാൻഷ്യൽ മാർക്കറ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ സിലബസിൽ പോയേക്കുന്നത്. ഓക്കെ,
അപ്പം ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് ഏത്? ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മണി മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്, പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്, ഡെറിവേറ്റീവ് മാർക്കറ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ബേസിക് ആയിട്ട് മാത്രമേ ഇവിടെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കാലാവധി 1 വർഷത്തിൽ കുറവുള്ള, കാലാവധി 1 വർഷത്തിൽ കുറവുള്ള ഫണ്ടുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് എന്ത്? മണി മാർക്കറ്റ്. ഓക്കെ, കാലാവധി 1 വർഷത്തിൽ കുറവുള്ള ഫണ്ട്സ്, ബിൽസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് മണി മാർക്കറ്റ്. അപ്പൊ എന്തായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റ്? 1 വർഷത്തിൽ കൂടുതലുള്ള ലോങ് ടൈം ഫണ്ടുകൾ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ആയിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചേ, നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ കമ്പോണന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് ടൈം ഫണ്ടുകൾ അല്ലെങ്കിൽ 1 വർഷത്തിൽ കുറവ് കാലാവധിയുള്ള ഫണ്ടുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അതിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കും. അടുത്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടൈമിലേക്കുള്ള, ഇല്ലേ, ലോങ് ടൈം ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ കാലാവധികളുള്ള ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് പ്രൈമറി എന്നും സെക്കൻഡറി എന്നും തിരിക്കാം. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് പ്രൈമറി എന്നും സെക്കൻഡറി എന്നും തിരിക്കാം. പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. ഓക്കെ, ആദ്യമായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെക്യൂരിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഷെയർ ഒക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് എവിടെ ലിസ്റ്റ് ചെയ്തിരിക്കണം? ഈ NSEയിലും BSEയിലും ഒക്കെ ലിസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി മാർക്കറ്റ്. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഒക്കെ നടക്കുന്ന മാർക്കറ്റാണ് എന്ത്? ഫോറക്സ് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിംഗ് നടക്കുന്ന മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. ഇനി ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ സെക്യൂരിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ബേസിക് ഐഡിയ മാത്രം ഇതിൽ നിന്ന് കിട്ടിയാൽ ഇത് ഓരോന്നും മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും പ്രൈമറിയും സെക്കൻഡറിയും ഒക്കെ നമുക്ക് ഓരോന്നും എടുത്ത് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ആ ഇൻസ്ട്രുമെന്റ്സിന്റെ കാലാവധി 1 വർഷം കുറവാണെങ്കിൽ ട്രേഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? മണി മാർക്കറ്റിലായിരിക്കും. അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആണെങ്കിൽ ട്രേഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? മണി മാർക്കറ്റിലായിരിക്കും. ലോങ് ടൈം ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. പിന്നെ ഫസ്റ്റ് സെക്യൂരിറ്റീസ്, ആദ്യമായിട്ട് ഫസ്റ്റ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന, ഫ്രഷ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. ഓൾറെഡി ഉള്ളത് ട്രേഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്ത്? സെക്കൻഡറി മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഫോറക്സ് മാർക്കറ്റ്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് തുടങ്ങിയ സെക്യൂരിറ്റീസ് ഒക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ക്ലിയർ ആണ്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ 2 കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ മാർക്കറ്റും. ഓക്കെ, അടുത്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്താ ട്രേഡ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഷെയർ ആവാം, ബോൺസ് ആവാം, ഫ്യൂച്ചേഴ്സ് ആവാം, ഓപ്ഷൻസ് ആവാം, ട്രഷറി ബില്ലാവാം. ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇനി എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്? അല്ലേ, നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ കമ്പനിക്ക് ക്യാപിറ്റൽ വേണം,
കൂടുതൽ മൂലധനം നമ്മുടെ കമ്പനിക്ക് വർക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. അങ്ങനെയുള്ള ഷെയർ, ബോണ്ട്, ഇതൊക്കെയാണ് എന്ത്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം മണി മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു വർഷത്തിൽ കുറവ് കാലാവധിയുള്ള ബില്ലുകൾ ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അപ്പോൾ ഈ മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്തൊക്കെയായിരിക്കും? ട്രഷറി ബില്ല്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എന്തായിരിക്കും? ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, ഇതൊക്കെ. ഇനി ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ്, ഇതൊക്കെ ഏത് മാർക്കറ്റിലാണ് ഡീൽ ചെയ്യുന്നത്? ഡെറിവേറ്റീവിലാണ്. ഇനി അടുത്ത ഇൻസ്ട്രുമെന്റ്സ് മ്യൂച്വൽ ഫണ്ട്, ETF, ഇൻഷുറൻസ് പോളിസി, ഇതൊക്കെ എന്താണ്? മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നിങ്ങൾ ഈ പേരൊക്കെ ഒന്ന് പരിചിതമാക്കിയതാണ്. നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ മണി മാർക്കറ്റ് മണി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാം മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന രണ്ട് സെക്യൂരിറ്റീസിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടി ബില്ലെന്നും CP എന്നും പറയുമല്ലോ, അല്ലെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്നെങ്കിലും പറയുമല്ലോ. അതേ നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓരോന്നും നമുക്ക് എടുത്ത് എന്ത് ചെയ്യാനുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ 3 കമ്പോണൻസ് ഡിസ്കസ് ചെയ്തു. ഒന്ന് ഏതായിരുന്നു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, 2 ഫിനാൻഷ്യൽ മാർക്കറ്റ്, 3 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. 4 ഫിനാൻഷ്യൽ സർവീസസ്, ഇല്ലേ? They provide services to manage money, invest and reduce risk. റിസ്ക് കുറയ്ക്കാനും മണി മാനേജ്മെന്റിനും ഒക്കെ ഉള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് ഫിനാൻഷ്യൽ സർവീസസ്. അത് ഇൻവെസ്റ്റ്മെന്റ് സർവീസ് ആവാം, ബാങ്കിങ് സർവീസ് ആവാം, അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആകാം, വെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം ആവാം. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഈ 4 കമ്പോണൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഫിനാൻഷ്യൽ മാർക്കറ്റും ഫിനാൻഷ്യൽ ഇന്റർമീഡിയറിയും ഫിനാൻഷ്യൽ സർവീസും എല്ലാം കൂടി ചേരുന്ന ഒരു ഇന്റർ റിലേറ്റഡ് സിസ്റ്റമാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇവർ 4ഉം ഒരുമിച്ച് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഫ്ലോ ഓഫ് ഫണ്ട് വിത്തിൻ ദ എക്കോണമി പോസിബിൾ ആവുകയുള്ളൂ. ഫണ്ട്സ്, സേവിങ്സ് മൊബിലൈസ് ചെയ്യാനും ക്യാപിറ്റൽ റേസ് ചെയ്യാനും ഒക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട 4 കമ്പോണൻസുകളാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ്. അതിനകത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, ധനകാര്യ സ്ഥാപനങ്ങളെ എന്താണ്? ബാങ്ക്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്. അപ്പം ഇവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ, ഈ ഇന്റർമീഡിയറീസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യണം, ഇല്ലേ? ഇവരെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കൂ. അപ്പം ഇവരെയൊക്കെ എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള റെഗുലേറ്ററി ബോഡീസ് ആണ് ഏതൊക്കെ? RBI, SEBI, IRDI, PFRDA. രാജ്യത്തെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതും ബാങ്ക് റേറ്റ് ഫിക്സ് ചെയ്യുന്നതും ബാങ്കിങ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആയിരിക്കും സെക്കൻഡറി മാർക്കറ്റിനെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനെ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? സെബി ആണ്. അടുത്താണ് IRDI, ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഇത് IRDAI. അടുത്താണ് PFRDA, അതായത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. പെൻഷൻ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അത് ക്ലിയർ ആണ്. ഇന്റർമീഡിയറീസ് നമ്മൾ പറഞ്ഞു, ബാങ്ക് ആവാം, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് ആവാം, നബാർഡ്, സിഡ്ബി പോലുള്ള ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, മ്യൂച്വൽ ഫണ്ട് ആവാം. ഇവരൊക്കെയാണ് ഇന്റർമീഡിയറി എന്ന് പറയുന്നത്, ഇടനിലക്കാര്. അടുത്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്തായിരിക്കും വിൽക്കുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അല്ലെ ട്രേഡ് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? ഫിനാൻഷ്യൽ മാർക്കറ്റ്. പലതരത്തിലുണ്ട്. ഒരു വർഷത്തിൽ കുറവ് കാലാവധിയുള്ള
ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്നതാണ് മണി മാർക്കറ്റ്. ലോങ് ടൈമിലേക്കുള്ള ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഫ്യൂച്ചേഴ്സ്, സ്വാപ്സ്, ഓപ്ഷൻസ് തുടങ്ങിയ അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബന്ധപ്പെട്ട സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതാണ് ഫോറക്സ് മാർക്കറ്റ്. അല്ലേ, ആദ്യമായിട്ട് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. അതുപോലെ തന്നെ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ക്ലിയർ ആണ്? മൂന്നാമത്തെ ഇന്റർമീഡിയറിയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഈ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കുറവ് കാലാവധിയുള്ള സെക്യൂരിറ്റീസ് ഏതൊക്കെയായിരിക്കും? ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷെയർ, ബോണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്സ് ഒക്കെയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? മ്യൂച്വൽ ഫണ്ട്, ETFs, ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ എന്താണ്? മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, അടുത്തയാണ് ഫിനാൻഷ്യൽ സർവീസസ്. സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു ഇല്ലേ, റിസ്ക് കുറയ്ക്കാനും മണി മാനേജ്മെന്റിനും അസറ്റ് മാനേജ്മെന്റിനും ബാങ്കിങ് സർവീസസ്, ലോൺസ്, ഡെപ്പോസിറ്റ് ഇല്ലേ, ബാങ്കിൽ നമുക്ക് ലോൺ കിട്ടുന്നു, നമുക്ക് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, പലതരത്തിലുള്ള റെമിറ്റൻസ്, ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? ഫിനാൻഷ്യൽ സർവീസസിനകത്ത് വരുന്നതാണ്. ക്ലിയർ ആണേ? ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവും 4 കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് സേവിങ്സ് അല്ലേ, മൊബിലൈസ് ചെയ്യുന്നു. സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നു. അപ്പം നമ്മൾ തന്നെ ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ ആ ഡെപ്പോസിറ്റ് ഉപയോഗിച്ച് വേണ്ടുന്ന ആൾക്കാർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ഒരു ഇൻഷുറൻസ്, നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിയിൽ പൈസ 3 മാസം കൂടി ടേം ആയിട്ടിടുമ്പോൾ അവർ ആ ഫണ്ട് ഉപയോഗിച്ച് വലിയ വലിയ ഷെയറുകളിലോ അല്ലെങ്കിൽ മാർക്കറ്റുകളിലോ ഒക്കെ എന്ത് ചെയ്യായിരിക്കും? ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും. അതായത് സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിക്ഷേപിക്കുന്നു ഇല്ലേ. ക്രെഡിറ്റ് ക്രിയേഷൻ, ഫെസിലിറ്റേറ്റിംഗ് ക്രെഡിറ്റ് ക്രിയേഷൻ. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നമുക്ക് ബാങ്കിൽ തന്നെ പോയി നമുക്ക് എന്തെടുക്കാം? ലോൺ എടുത്തൂടെ? അപ്പം ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ട് ജനങ്ങൾക്ക് തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം അല്ലേ, ടു പ്രൊവൈഡ് എ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. അതുപോലെ തന്നെ റിസ്ക് ഒക്കെ മാനേജ് ചെയ്യുന്നു അല്ലേ. നമുക്ക് എന്തിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്? നമുക്ക് നഷ്ടമുണ്ടായാൽ ആ കംപ്ലീറ്റ് നഷ്ടം നമ്മൾ ബെയർ ചെയ്ത് വരരുത്. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമാണ് നമ്മളെങ്കിൽ നമ്മൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കട ഇൻഷുർ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഫയർ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ സാധനങ്ങൾക്ക് എന്തെങ്കിലും കൈമോശം വന്നാൽ, അതായത് തീ കത്തിപ്പോയാൽ നമുക്കൊരു വലിയ നഷ്ടമുണ്ടാവും. ആ നഷ്ടത്തെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്തെടുക്കുന്നത്? ഒരു ഫയർ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അപ്പം ഇൻഷുറൻസ് അതുപോലെ തന്നെ പല ഡെറിവേറ്റീവ്സ് ഒക്കെ വെച്ചിട്ട് റിസ്കുകൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് സാധ്യമാകൂ. അപ്പം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സേവിങ്സ് മൊബിലൈസ് ചെയ്യുക, ക്രെഡിറ്റ് ക്രിയേഷൻ, പ്രൊവൈഡിങ് എ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, റിസ്ക് മാനേജ് ചെയ്യുക ത്രൂ ഇൻഷുറൻസ് ആൻഡ് ഡെറിവേറ്റീവ്സ്, അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റിന് ഇത് സഹായിക്കുന്നു. ഇത്രയും ക്ലിയർ ആണ്? ഓക്കെ, നമുക്ക് ഫങ്ഷൻസ് കുറച്ചും കൂടി ഫങ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ്. It helps the individuals and institutions save money and direct these savings into productive investment. അല്ലേ, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ അവരുടെ പണം സേവ് ചെയ്യപ്പെടാൻ എന്ത് സഹായിക്കുന്നു? ഈ ഫിനാൻഷ്യൽ സിസ്റ്റം സഹായിക്കുന്നു. അതുപോലെ തന്നെ അതിനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് അല്ലേ, ഇവരെല്ലാം ജനങ്ങളിൽ നിന്നും
സേവിങ്സ് ആയിട്ട് എന്ത് സ്വീകരിക്കുന്നു? പൈസ സ്വീകരിക്കുന്നു. എന്നിട്ട് ഇവർ എന്താ ചെയ്യുന്നത്? അവരുടെ കമ്പനി തന്നെ വെച്ചേക്കുവാണോ? അല്ല, അവർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് അത് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഒന്നാമത്തെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് എന്ത്? മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ ഫംഗ്ഷനാണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ഇൻഡിവിജ്വൽസിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും സഹായിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് അത് പ്രൊഡക്റ്റീവായിട്ട് ചാനൽസിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റാൻ ആര് സഹായിക്കുന്നു? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പം മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഈ സേവിങ്സ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുവാണ്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മൾ LICയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ പൈസ അത്രയും നാൾ അവിടെ കിടക്കുകയാണ് അല്ലേ? അത് അവർക്കൊരു ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. അവർക്കത് പല രീതിയിൽ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അതുവഴി ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് നയിക്കുന്നു. അപ്പോൾ സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റുന്നു ഇല്ലേ? ഇൻഡസ്ട്രീസിനും വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനും ഗവൺമെന്റിനും ഒക്കെ ഇവരെന്ത് കൊടുക്കുന്നു? ഫണ്ട്സ് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പം ക്യാപിറ്റൽ ഫോർമേഷൻ. അടുത്താണ് അലോക്കേഷൻ ഓഫ് ഫണ്ട് ഇല്ലേ? അലോക്കേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സ് എഫിഷ്യൻ്റ്ലി എമംഗ് വേരിയസ് സെക്ടേഴ്സ് ബേസ്ഡ് ഓൺ റിസ്ക് ആൻഡ് റിട്ടേൺ. ഓരോ മേഖലയിലേക്കും, ഇപ്പോൾ ഇൻഷുറൻസ് ആയാലും ബാങ്കിങ് ആയാലും ഓരോ മേഖലയിലേക്കും ഓരോന്നിൻ്റെയും റിസ്ക്കും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ പറയത്തില്ലേ മ്യൂച്വൽ ഫണ്ടിന്റെ പരസ്യമൊക്കെ കേൾക്കത്തില്ലേ? ലാസ്റ്റ് സ്പീഡ് പറയത്തില്ലേ? ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്ന്. അത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. അപ്പം മ്യൂച്വൽ ഫണ്ട് കുറച്ച് റിസ്ക്കിയാണ്. നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടാൽ നമുക്ക് തിരിച്ചു കിട്ടും. ഇത്ര ഫിക്സഡ് പെർസെൻറ്റേജോടുകൂടി ഇൻട്രസ്റ്റോടുകൂടി നമുക്ക് തിരിച്ചു കിട്ടും. ഓരോന്നിനും ഓരോൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഫണ്ട് എന്ത് ചെയ്യുന്നത്? അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അലോക്കേഷൻ ഓഫ് ഫണ്ട്. അടുത്തൊരു ഫംഗ്ഷനാണ് ഫെസിലിറ്റേറ്റിംഗ് ക്രെഡിറ്റ് ക്രിയേഷൻ. അടുത്തൊരു ഫംഗ്ഷനാണ് ഫെസിലിറ്റേറ്റിംഗ് ക്രെഡിറ്റ് ക്രിയേഷൻ. കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ലോൺ വിച്ച് മൾട്ടിപ്ലൈസ് ദ മണി സപ്ലൈ ഇൻ ദ എക്കോണമി. ഇല്ലേ? ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. വേണ്ടുന്ന ആൾക്കാർ ബാങ്കിനെ സമീപിച്ച് ലോൺ എടുക്കുന്നു ഇല്ലേ? അവിടെ ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കുന്നു. അതുവഴി മണി സപ്ലൈ കൂടുന്നു. ഓക്കെ, ക്രെഡിറ്റ് സപ്പോർട്ട് ബിസിനസ്സുകാർക്കും ട്രേഡിനും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനും ഒക്കെ എന്തെടുക്കാൻ പറ്റുന്നു? ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നു. ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പം 4 ഫങ്ഷൻസ് ഏതൊക്കെയാണ്? സേവിങ്സ്, ക്യാപിറ്റൽ ഫോർമേഷൻ, അലോക്കേഷൻ ഓഫ് ഫണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ക്രിയേഷന് സഹായിക്കുന്നു. അടുത്താണ് ലിക്വിഡിറ്റി പ്രൊവിഷൻ. എന്താണ് ലിക്വിഡിറ്റി പ്രൊവിഷൻ? അതായത് സെക്കൻഡറി മാർക്കറ്റ് നമ്മൾ പറഞ്ഞില്ലേ? അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെ ലോങ് ടേമിലേക്കുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഈ സെക്കൻഡറി മാർക്കറ്റിലേക്ക് നമുക്ക് ഈസിലി എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങാം, വിൽക്കാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. അതുവഴി നമുക്ക് അപ്പം എൻ്റെ കയ്യിലൊരു ഷെയർ ഉണ്ട്, റെപ്യൂട്ടഡ് കമ്പനിയുടെ ഷെയർ ഞാൻ ഹോൾഡ് ചെയ്തേക്കാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട് എൻ്റെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഷെയർ എനിക്ക് എന്ത് ചെയ്യാം? സെല് ചെയ്യാം. അതുവഴി എന്ത് ചെയ്യാം? എനിക്ക് ലിക്വിഡ് ക്യാഷ് എൻ്റെ കയ്യിലേക്ക് കിട്ടും. അപ്പം ലിക്വിഡിറ്റി പ്രൊവിഷൻ. ഓക്കെ, അടുത്താണ് റിസ്ക് മാനേജ്മെന്റ്. ഇൻഷുറൻസ് ഒക്കെ നമുക്ക് എന്ത് തരുന്നു? ഫിനാൻഷ്യൽ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ബിസിനസ്സിനെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെയും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അൺഫോർസീൻ ആണ്. ഒരു നഷ്ടം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് പറ്റൂ. അപ്പം നമ്മൾ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വാഹനങ്ങൾക്കായാലും എല്ലാം നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് അന്നേരം സഫർ ചെയ്യാൻ പറ്റില്ല അല്ലേ? അന്നേരം പോയി ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? അതിനു വേണ്ടി മുൻകൂട്ടിയാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ബിസിനസ്സിനെയും ഇൻഡിവിജ്വൽസിനെയും ഒക്കെ നമുക്ക് അൺഫോർസീൻ ലോസസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? ഇൻഷുറൻസ് പോലുള്ള ടൂൾസ്. ഓക്കെ ആണല്ലോ? റിസ്ക് മാനേജ്മെന്റിനും സഹായിക്കുന്നു. അടുത്താണ് പ്രൈസ് ഡിസ്കവറി
ഇല്ലേ? സെക്യൂരിറ്റീസ്, ചില നമ്മൾ കേട്ടിട്ടില്ലേ, ഇന്ന ഷെയറിന് വില കുറവാണ്, ഷെയർ മാർക്കറ്റ് ഡള്ളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പം മാർക്കറ്റ്സിൻ്റെ പ്രൈസ്, ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം സഹായിക്കുന്നു. റിഫ്ലക്ട് ദ ട്രൂ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. നമുക്ക് മനസ്സിലാവും എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ലാഭം കിട്ടുന്നത്, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് നഷ്ടമാവുന്നതെന്നൊക്കെ നമുക്ക് ഈ പ്രൈസ് ചേഞ്ചിലൂടെ അല്ലെങ്കിൽ പ്രൈസ് ഡിസ്കവറിയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തയാണ് ഫെസിലിറ്റേറ്റിംഗ് ട്രാൻസാക്ഷൻ ആൻഡ് പേയ്മെൻറ്റ്സ്, അല്ലെ? ഫെസിലിറ്റേറ്റിംഗ് ട്രാൻസാക്ഷൻ ആൻഡ് പേയ്മെൻറ്റ്സ്, അതായത് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആയാലും പേയ്മെൻറ്റ്സുകളായാലും ഒക്കെ സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം വേണം. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മേജർ ഫങ്ഷൻസ് എന്താണ്? ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന നമുക്കറിയാം, ബാങ്ക്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റുകളുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്. ഇതെല്ലാത്തിൻ്റെയും കൂടെ ഫങ്ഷനാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ സേവിങ്സ് മൊബിലൈസ് ചെയ്യാനും ക്യാപിറ്റൽ ഫോർമേഷനും റിസ്ക് ഷെയർ ചെയ്യാനും, ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലിക്വിഡ് ക്യാഷ് ആയിട്ട് മാറ്റാം, ഫണ്ട് അലോക്കേറ്റ് ചെയ്യാം, ഇല്ലേ? നമുക്ക് ബാങ്കിൽ നിന്ന് ലോണൊക്കെ കിട്ടുന്നു, ക്രെഡിറ്റ് ക്രിയേഷൻ, റിസ്ക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൈസ് ഡിസ്കവറി, ഫെസിലിറ്റേറ്റിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് പേയ്മെൻറ്റ്സ്, ഇതിനൊക്കെ എന്ത് സഹായിക്കുന്നു? ഫിനാൻഷ്യൽ സിസ്റ്റം സഹായിക്കും. നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഒരു ചാർട്ടാണ് നമ്മൾ പറയുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ എത്രയായിട്ട് തിരിക്കാന്നാ പറഞ്ഞേ? 4ആയിട്ട്. നോക്കിയേ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഫിനാൻഷ്യൽ സർവീസസ്. ക്ലിയർ ആണേ? അത് 4 നിങ്ങൾക്ക് ക്ലിയർ ആണേ? ഓക്കെ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ വീണ്ടും നമുക്ക് 2ആയിട്ട് തിരിക്കാം, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും. ഓക്കെ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 4ആയിട്ട്. 4 കമ്പോണൻസ് ആണുള്ളത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഫിനാൻഷ്യൽ സർവീസസ്. അതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിക്കാം? 2ആയിട്ട്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക് എന്നും കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നും നമുക്ക് തിരിക്കാം. ഓക്കെ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അല്ലെങ്കിൽ എന്താണ് സഹകരണ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്ന ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ട് ജനങ്ങൾക്ക് തന്നെ അത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് കൊടുക്കുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്, ഫോറിൻ ബാങ്ക് ഉണ്ട്. അതായത് ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് ആണെങ്കിൽ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാ? SBI, അല്ലേ? പബ്ലിക് സെക്ടർ ആണെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും ഓണർഷിപ്പ്, പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, ICICI ബാങ്ക്, IDBI ബാങ്ക് ഒക്കെ എന്താണ്? പ്രൈവറ്റ് സെക്ടർ ആണ്. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്, ഫോറിൻ ബാങ്ക് ഉണ്ട്. നോൺ ബാങ്കിങ്ങിനകത്ത് വരുന്നതാണ് ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ 2ആയിട്ട്, ബാങ്കിങ്ങും നോൺ ബാങ്കിങ്ങും. ബാങ്കിങ്ങിനകത്ത് 2 കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും. കോപ്പറേറ്റീവ് ബാങ്കിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഇല്ല, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ. കൊമേഴ്ഷ്യൽ ബാങ്കിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, റീജിയണൽ റൂറൽ ബാങ്ക്, ഫോറിൻ ബാങ്ക്. നോൺ ബാങ്കിങ്ങിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് എന്നും, അല്ലേ? ഓർഗനൈസ്ഡ് എന്നും നാഷണൽ ബാങ്കിങ് ഫിനാൻസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ഓക്കെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അപ്പോൾ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, അൺഓർഗനൈസ്ഡും ഉണ്ട്. അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ മണി ലെൻഡേഴ്സ് ഒക്കെ ഇല്ലേ, ഈ പൈസയൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ അങ്ങനെയുള്ളവരൊക്കെ ഏതിനകത്താണ് വരുന്നത്? ഈ അൺഓർഗനൈസ്ഡിനകത്താണ് വരുന്നത് കേട്ടോ. മ്യൂച്വൽ ഫണ്ട്, നിധി, അതൊക്കെ ഏതിനകത്താണ് വരുന്നത്? ഓർഗനൈസ്ഡിനകത്താണ് വരുന്നത്. ഓക്കെ ആണ്. രണ്ടാമത്തെ കമ്പോണന്റ് ആണ് ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് തിരിക്കാം, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റിനെ 3ആയിട്ട് തിരിക്കാം. മണി മാർക്കറ്റിനെ എത്രയായിട്ട് തിരിക്കാം? 3ആയിട്ട്. കോൾ മണി മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽസ്.
അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് ഇത്, കോൾ മണി, ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ ബില്ലൊക്കെ. ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്, ഡെറിവേറ്റീവ് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നതേ ഉള്ളേ. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ 4 കമ്പോണൻസ് ആണ്: ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഫിനാൻഷ്യൽ സർവീസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങും ഉണ്ട്, നോൺ ബാങ്കിങ്ങും ഉണ്ട്. ബാങ്കിങ്ങിൽ തന്നെ കൊമേഴ്ഷ്യലും ഉണ്ട്, കോപ്പറേറ്റീവും ഉണ്ട്. നോൺ ബാങ്കിങ്ങിൽ ഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്, അൺഓർഗനൈസ്ഡ്. ഈ മണി ലെൻഡേഴ്സ് ഒന്നും എന്തല്ല, അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നതാണ്, പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവരൊക്കെ. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിക്കാം: മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് ട്രഷറി ബില്ലും, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഇനി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് 1 വർഷത്തിൽ കുറവ് കാലാവധി ഉള്ളതുകൊണ്ട് അതിൽ കൂടുതലുള്ളതുകൊണ്ട് അല്ലേ. കാലാവധിയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം ഇങ്ങനെ തിരിക്കാം. ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി സെക്യൂരിറ്റി ഉണ്ട്, സെക്കൻഡറി സെക്യൂരിറ്റി ഉണ്ട്, ഇന്നോവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇനി ഫിനാൻഷ്യൽ സർവീസസോ ഫണ്ട് ബേസ്ഡും ഉണ്ട്, ഫീ ബേസ്ഡും ഉണ്ട്. ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ് ലീസിങ്, ഫാക്ടറിങ്, ഹയർ പർച്ചേസ് ഒക്കെ. നമ്മൾ പാട്ടത്തിന് എടുക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റിന് എടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഫീ ബേസ്ഡ് ആയിട്ടുള്ളതാണ് മെർച്ചന്റ് ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ്, മെർജേഴ്സ് ഒക്കെ. ഈ പേരൊക്കെ പരിചിതമായാൽ മതി. നമുക്കിതിനകത്ത് നമ്മുടെ സിലബസിലുള്ളത് ഏതാണ് ഇനി പഠിക്കാനുള്ളത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാൻ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് അങ്ങ് എത്താൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാതെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റിലേക്ക് നമുക്ക് പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങിയത്. ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ഈ ഫിനാൻഷ്യൽ മാർക്കറ്റാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുള്ള നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. ഈ ക്ലാസ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ എന്താണ്, ഒരു എക്കോണമിയിലെ ഫണ്ട് അല്ലെങ്കിൽ മണി ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം വേണം. അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 4 കമ്പോണൻസ് വേണം. ആ 4 കമ്പോണൻസ് ആണ് ഏതൊക്കെ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഫിനാൻഷ്യൽ സർവീസസ്. ഓക്കെ, അതിനകത്ത് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന സ്ഥലമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അവിടെ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ സർവീസസും. ഓക്കെ, ക്ലിയർ ആണ് നിങ്ങൾക്ക്? നമ്മൾ പിന്നെ അതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞായിരുന്നു. എന്താണ്? മൊബിലൈസിങ് സേവിങ്സ്, റിസ്ക് കുറയ്ക്കാൻ, ക്യാപിറ്റൽ ഫോർമേഷന്, നമുക്ക് ലിക്വിഡ് ഫോമിൽ ക്യാഷ് പെട്ടെന്ന് കിട്ടാനൊക്കെ എന്ത് സഹായിക്കുന്നു? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റമാണ് അതിന് പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.